നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മികച്ച വിജയം UDF കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് KPCC അംഗം അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ. തെരഞ്ഞെടുപ്പ് ഫലം LDF സർക്കാരിനെതിരെയുള്ള ജനവിധി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. സീറ്റ് നിലനിർത്തുമെന്ന് LDF, പിടിച്ചടക്കാൻ UDFും BJP. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ബിനോയ് വിശ്വം. മുകേഷ് MLAക്കെതിരെയുള്ള പീഡന പരാതി സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ CPI സംസ്ഥാന സെക്രട്ടറി. പാലാ സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. 7 കോടി രൂപ അനുവദിച്ചു. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിൽ ആധിപത്യം നേടാൻ ശക്തമായ പ്രവർത്തനത്തിലാണ് UDF. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് നേതൃത്വം ഉറപ്പിച്ചു പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ ശക്തമായ പ്രചരണത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ. പരമാവധി സ്ഥലങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. വിജയം ഉറപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് UDF നേതൃത്വമെന്ന് KPCC അംഗം അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ UDF ഉന്നത വിജയം നേടുമെന്ന ഉറച്ച വിശ്വാസവും ഇവർക്കുണ്ട്. വാർഡ് തലം മുതൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വരെയുള്ള സ്ഥാനങ്ങളിൽ കഴിവുറ്റ പ്രവർത്തകരെയാണ് നേതൃത്വം പരിചയപ്പെടുത്തുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് എതിരെയുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും KPCC അംഗവും DCC സെക്രട്ടേറിയറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ ക്യാബിനറ്റ് ന്യൂസിനോട് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളിലും വളരെ അടുക്കും ചിട്ടയോടും കൂടി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ എന്നുള്ള നിലയിൽ തന്നെ പ്രവർത്തിക്കാൻ നാളിതുവരെയും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായ ഒരു മുഖമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ മേഖലയിൽ നൽകിയിരിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും ഒരു നിലവിലുള്ള ആ സാഹചര്യത്തിലുള്ള എതിർപ്പ് വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സംവിധാനങ്ങളിലൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനം ഭരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ ആ ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ വെല്ലുവിളി ജനങ്ങൾക്ക് ആ ഗവൺമെൻറ്റിൻ്റെ സംവിധാനം പരിപൂർണമായി ആ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ചിന്താഗതി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നുള്ള തർക്കമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുണ്ടായ ജനവിധി. ആ ജനവിധിയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാതെ അതിൽ നിന്നും കുറേ കൂടി നല്ല നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല UDF ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടി എന്നുള്ള നിലയിൽ കാണാനുമൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇന്ന് UDFിൻ്റെ നേതൃത്വത്തിനും പ്രവർത്തകർക്കൊക്കെ ഉണ്ട്. ചിറക്കടവ് പഞ്ചായത്തിന്റെ ഭരണം തിരികെ പിടിക്കുന്നതിനൊപ്പം കോൺഗ്രസ് ഭരിച്ചിരുന്ന പഞ്ചായത്തുകളിലെ ഭരണം നിലനിർത്തുകയെന്ന ലക്ഷ്യവും UDFിനുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ പ്രചരണം അവസാന ഘട്ടത്തിൽ. LDFിൽ കേരള കോൺഗ്രസ് MLA ജോളി മടുക്കക്കുഴിയും UDFിൽ തോമസ് കുന്നപ്പള്ളിയും NDAയിൽ KV നാരായണനുമാണ് മത്സരരംഗത്തുള്ളത്. 7 പഞ്ചായത്തിലെ 45 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷൻ. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ 22 വാർഡുകളും പാറത്തോട്ടിലെ 2 വാർഡുകളും എലിക്കുളത്തിന്റെ 8 വാർഡുകളും വാഴൂരിലെ 2 വാർഡുകളും ചിറക്കടവിലെ 4 വാർഡുകളും വെള്ളാവൂരിന്റെ 7 വാർഡുകളും കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ ഉൾപ്പെടും. 71,739 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. ഡിവിഷനിൽ കേരള കോൺഗ്രസ് M സംസ്ഥാന സമിതി അംഗം ജോളി മടുക്കക്കുഴിയാണ് LDF സ്ഥാനാർത്ഥി. 30 വർഷമായി കാഞ്ഞിരപ്പള്ളിയുടെ പൊതുരംഗത്ത് നിറസാന്നിധ്യമാണ് ഇദ്ദേഹം. നിലവിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാണ്. 10 വർഷമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി തുടരവെ ഡിവിഷനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ജോളി മടുക്കക്കുഴി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗമായ തോമസ് കുന്നപ്പള്ളിയായാണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി രൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗം, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചുള്ള പരിചയം കൈമുതലാക്കിയാണ് തോമസ് കുന്നപ്പള്ളി വോട്ട് തേടുന്നത്. 3 തവണയും ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഇദ്ദേഹം 4ാം തവണയാണ് ഇക്കുറി വീണ്ടും ജനവിധി തേടുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത് 2ാം തവണയാണ് NDA സ്ഥാനാർത്ഥിയായി KV നാരായണൻ ജനങ്ങളെ സമീപിക്കുന്നത്. BJP സംസ്ഥാന കൗൺസിൽ അംഗം, ജനനിധി ഇന്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ കമ്പനി MD എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. യുവത്വത്തിന്റെ പ്രതീകമായി ചുറുചുറുക്കോടെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് KV നാരായണൻ. ജില്ലയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഡിവിഷൻ കൂടിയാണ് കാഞ്ഞിരപ്പള്ളി എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് സംബന്ധിച്ച് പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പീഡനക്കേസിൽ കുറ്റാരോപിതനായ മുകേഷ് MLAക്കെതിരെ നടപടി സംബന്ധിച്ച് വ്യക്തമായ മറുപടി പറയാൻ ബിനോയ് വിശ്വം തയ്യാറായില്ല.
രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് സംബന്ധിച്ച് പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. രാഹുലിനെ പിടികൂടുക തന്നെ ചെയ്യും. കുറ്റം ചെയ്താൽ ആരായാലും പിടിക്കപ്പെടും. അതിൽ രാഷ്ട്രീയമില്ല. പീഡനക്കേസിൽ കുറ്റാരോപിതനായ മുകേഷ് MLA-ക്കെതിരെ നടപടിയുണ്ടായില്ലല്ലോ എന്ന ചോദ്യത്തിന് വരട്ടെ നോക്കാം എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. സ്വർണ്ണപ്പാളി വിവാദത്തിൽ വാസു പാർട്ടിക്കാരനായിട്ടും ജയിലിലായില്ലേയെന്നും ബിനോയ് വിശ്വം ചോദിച്ചു. ശബരിമല അയ്യപ്പന്റെ സ്വത്ത് ഒരാൾക്കും കൈയിട്ട് വാങ്ങാനോ കട്ടെടുക്കാനോ ഉള്ളതല്ല. ആ സ്വത്തിൽ സ്വർണ്ണ പാതിരപ്പാണിയാകട്ടെ, ദ്വാരപാല ശില്പമാകട്ടെ, മറ്റെന്തുമാകട്ടെ, അയ്യപ്പന്റെ സമ്പത്താണ് സ്വർണം. ഒരു തരി സ്വർണമോ ഒരു തരി ഭൂമിയോ എന്തുമാകട്ടെ, അത് ആട്ടിപിടിച്ച് തട്ടിപ്പറിച്ചൊരാരായാലും പാർട്ടിക്കാരായാലും അവർ ശിക്ഷിക്കപ്പെടും. അവരാരെയും രക്ഷിക്കാൻ വേണ്ടി LDF വന്നിട്ട് ഗവൺമെന്റ് ഇടപെടില്ല എന്ന് LDF പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആള് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. SIT അന്വേഷണത്തിന്റെ ഫലമായിട്ട് പുറത്തു വരുന്ന എല്ലാ വസ്തുതകളും ഉൾക്കൊണ്ടുകൊണ്ട് ശബരിമല അയ്യപ്പന്റെ പവിത്രതയും ശബരിമലയുടെ പാവനമായ സങ്കല്പങ്ങളെയും ഉയർത്തിപ്പിടിക്കാനായി ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. BJP ആട്ടിൻതോലിട്ട ചെന്നായിയാണെന്നും ക്രിസ്ത്യൻ സഭകളോട് കാട്ടുന്ന സ്നേഹം കാപട്യമാണെന്നും വെള്ളപൂശിയ കുഴിമാടമാണ് BJP എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്ത ശേഷം ഇവർ ക്രിസ്ത്യാനികൾക്ക് നേരെ തിരിയുമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. BJPയോട് തെങ്ങാത്തം പുനഃശ്രമിക്കുന്ന, ആ BJPയിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്ന പഴയ ചക്രവർത്തി പോകുന്ന ഞാൻ നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കരുത്. അതാണ് ക്രിസ്തീയ സഭകളുടെ ചില അധ്യക്ഷന്മാർ പ്രവചിക്കുന്നത്. അവർ BJPയിലാവുന്ന നസ്രത്തിൽ നിന്നും നന്മ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരറിയുക RSS BJPയും വെള്ളയടിച്ച കുഴിമാടല്ല. അവർ ആട്ടിൻ തുണങ്ങി ചെന്നായ്ക്കളാണ്. അവർ സ്വന്തം താല്പര്യം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിടികൂടാൻ വരുന്നത് ക്രിസ്ത്യാനികളായിരിക്കും. കേരളത്തിൽ LDFന് അനുകൂലമായ കാറ്റുണ്ടാവും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തടക്കം LDF വൻ വിജയം നേടുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. 2026 മൂന്നാമതും LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. CPI കേരള കോൺഗ്രസ് മൂപ്പിളമ തർക്കമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ ബിനോയ് വിശ്വം ഒഴിഞ്ഞുമാറി. കോട്ടയം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരസഭ ഹരിത തെരഞ്ഞെടുപ്പിന് സജ്ജമായി. നഗരസഭയിലെ 26 ബൂത്തുകളിലും സ്ഥാപിക്കുന്നതിന് ഈറ്റ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ എത്തിച്ചു കഴിഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പ് 2025 പ്രകൃതി സൗഹൃദമായി നടപ്പാക്കുന്നതിന് പാലാ നഗരസഭ തയ്യാറായി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ 26 ബൂത്തുകളിൽ സ്ഥാപിക്കുന്നതിന് ഈറ്റ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ ലേബൽ പതിപ്പിച്ച് തയ്യാറാക്കി. ഈ കുട്ടകൾ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്നുള്ള ആദിവാസി സമൂഹം നേതൃത്വവയാണ്. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള യോഗങ്ങളിലും കായിക മത്സരങ്ങളിലും നടക്കുന്ന പരിപാടികളിലും ഇവ തുടർന്നും ഉപയോഗിക്കുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ ആർലി പി ജോൺ അറിയിച്ചു. തയ്യാറെടുപ്പുകൾക്ക് നഗരസഭയിലെ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ജീവനക്കാർ നേതൃത്വം നൽകി. പാലാ നഗരസഭാ പ്രദേശത്തെ പോളിംഗ് ബൂത്തുകൾ തിരഞ്ഞെടുപ്പിന് സജ്ജമാകുന്ന പ്രവൃത്തികളും നടന്നുവരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം ഭദ്രാസന ശതോത്തര സുവർണ ജൂബിലി വർഷത്തിൽ ലഹരി രഹിത ഇടവകയ്ക്കായി പ്രവർത്തനം തുടങ്ങി. ഡിസംബർ 7-ന് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ കോട്ടയം ഭദ്രാസനം രൂപീകൃതമായതിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുന്നു. ലഹരി രഹിത ഭദ്രാസനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഭദ്രാസനം വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ലഹരിക്കെതിരെ ഭദ്രാസന തലത്തിലും ഗ്രൂപ്പ് തലത്തിലും ഇടവക തലത്തിലും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾക്ക് ഡിസംബർ 7-ാം തീയതി തുടക്കം കുറിക്കും. അന്ന് എല്ലാ ദൈവാലയങ്ങളിലും പ്രത്യേകം നിയോഗിച്ചിരിക്കുന്നവർ ലഹരിക്കെതിരെ പ്രബോധനം നൽകും. യുവജന പ്രതിനിധി ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ഏറ്റുചൊല്ലും. ഇടവക തലത്തിൽ ലഹരി രഹിത പ്രവർത്തന സെൽ രൂപീകരിക്കും.
കോട്ടയം ഭദ്രാസനത്തിന് കീഴിലുള്ള 8 ഗ്രൂപ്പുകളിലും ദൈവാലയങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ പൊതുസമ്മേളനങ്ങൾ, റാലികൾ, ഫ്ളാഷ് മോബുകൾ, ലഹരി ഉപേക്ഷിച്ചവരുടെ സാക്ഷ്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി പൊതുജന ബോധവൽക്കരണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോട്ടയം ചുറ്റുവട്ടത്തുമായിട്ട് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം മദ്യപാനം നിർത്തുവാൻ പറ്റുന്ന ആഗ്രഹത്തോടെ 1000-ഓളം ആളുകൾ ഒത്തുകൂടുന്നുണ്ട്. പല സ്ഥലങ്ങളിലായിട്ടാണ്. ഞാൻ ആ ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. നിങ്ങൾ വന്ന് കാണണം. അതെ, എത്ര വലിയ ആസക്തരാണെങ്കിലും ആ കൂട്ടത്തിൽ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ മദ്യത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളുകളുടെ വാക്കുകൾ കേട്ട് ആ വാക്കിന്റെ ബലത്തിൽ എനിക്കും ലഹരിരഹിതനാകാമെന്ന് തീരുമാനമെടുക്കുന്നു. അത് ഉറച്ചു നിൽക്കാൻ തക്കവണ്ണം ഈ കൂട്ടത്തോട് ചേർന്ന് നിൽക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തന ഫലമായി ഒരു വലിയ സമൂഹം അതുപോലെ ചേർന്ന് നിൽക്കുന്നു. ആ കൂട്ടത്തിൽ എല്ലാ തുറയിൽപ്പെട്ട ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അല്പ രഹസ്യ സ്വഭാവമുണ്ട്. വലിയ പബ്ലിസിറ്റി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സമാനമായി തകർന്ന ആൾക്കാരെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. അതിന് നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമാണ്. ആ സേവനം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുക അറിഞ്ഞുകൂടാ. പക്ഷേ തകർന്ന ഭവനങ്ങളിലേക്ക് ഈ വാർത്ത എത്തണം. അതിന് ഏറ്റവും നല്ല കാര്യം നിങ്ങൾ ആ വന്ന് കാണുക എന്നുള്ളതാണ്. പ്രമുഖ മദ്യവർജന പ്രവർത്തകനായിരുന്ന കുര്യാക്കോസ് പാറക്കലച്ചന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന മീനടം സെന്റ് ജോൺസ് പള്ളിയിൽ ഭദ്രാസന തല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഡോക്ടർ യൂഹന്നാൻ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത നിർവഹിക്കും. കോട്ടയത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ KM സഖറിയ കൂടത്തിങ്കൽ, ഭദ്രാസന മദ്യവർജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ഫാദർ VM എബ്രഹാം വാഴയ്ക്കൽ, മീനടം സെന്റ് ജോൺസ് പള്ളി വികാരി കുര്യൻ തോമസ് കോർ എപ്പിസ്കോപ്പ കുരിപ്പാൽ, ശതോത്തര സുവർണ ജൂബിലി പ്രോഗ്രാം സെക്രട്ടറി സാം വർഗീസ് നെടുമ്പൊയ്കയിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി എറികാട് ഭഗവതി വിഷ്ണു ക്ഷേത്രത്തിലെ 21ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൃക്കാർത്തിക മഹോത്സവവും സമാപിച്ചു. തൃക്കാർത്തിക കണ്ടുതൊഴാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. പുതുപ്പള്ളി എറികാട് ഭഗവതി വിഷ്ണു ക്ഷേത്രത്തിൽ നവംബർ 25-ന് ആരംഭിച്ച ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. ചൊവ്വാഴ്ച നടന്ന അവഭൃത സ്നാനത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. തുടർന്ന് ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചു. 2ാം ഉത്സവ ദിനമായ ബുധനാഴ്ച വൈകിട്ട് വിവിധ കൈകൊട്ടിക്കളി സംഘങ്ങളുടെ കൈകൊട്ടിക്കളി നടന്നു. ഉത്സവദിനമായ വ്യാഴാഴ്ചയാണ് തൃക്കാർത്തിക. വൈകിട്ട് കാർത്തിക വിളക്ക്, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പിടിയാന തോട്ടയ്ക്കാട്ട് കുഞ്ഞുലക്ഷ്മിയാണ് ദേവിയുടെ തിടമ്പേറ്റിയത്. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മണർകാട്. ലോക ഭിന്നശേഷി ദിനം ആചരിച്ചു. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ C. സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം പാല BRCയുടെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണം പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പൊതുസമ്മേളനം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ C. സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KB സജി അധ്യക്ഷത വഹിച്ചു. BPC K. രാജ്കുമാർ, HFR സെക്രട്ടറി ഷിബുമാൻ ജോർജ്, സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ റജ്മാൻ സ്കറിയ, പ്രിൻസിപ്പൽ റജി മാത്യു, A. ഇന്ദുലേഖ, PR രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ നടത്തിയ വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായവർക്ക് സമ്മാനങ്ങൾ നൽകി. സംസ്ഥാന സ്കൂൾ ഇൻക്ലൂസീവ് കായികമേളയിൽ പാലാ സബ് ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സച്ചു ധനീഷ്, നവീൻ വിനു, ആൻമരിയ റേജി എന്നിവരെ ആദരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മികച്ച വിജയം UDF കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് KPCC അംഗം അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ. തെരഞ്ഞെടുപ്പ് ഫലം LDF സർക്കാരിനെതിരെയുള്ള ജനവിധി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. സീറ്റ് നിലനിർത്തുമെന്ന് LDF, പിടിച്ചടക്കാൻ UDFും BJP. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ബിനോയ് വിശ്വം. മുകേഷ് MLAക്കെതിരെയുള്ള പീഡന പരാതി സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ CPI സംസ്ഥാന സെക്രട്ടറി. പാലാ സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. 7 കോടി രൂപ അനുവദിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
നമസ്കാരം.